STV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാണിപ്പയ്യൂർ സെന്റ് MM കോൺവെന്റ് ഹൈസ്കൂളിൽ വാർഷികവും രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സജി കെ മാത്യു ജീവ ജീനിയസ് അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചതായി പ്രവർത്തകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കുന്നംകുളം YWCAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെയിൽ 2017 ശ്രദ്ധേയമായി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരജ്യോതി സഹസ്രദീപ ദർശനം നടത്തി. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ കുന്നംകുളം നിയോജക മണ്ഡല സമ്മേളനം PVC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. വാർത്തകൾ വിശദമായി. കാണിപ്പയ്യൂർ സെന്റ് MM കോൺവെന്റ് ഹൈസ്കൂളിൽ വാർഷികവും രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കാണിപ്പയ്യൂർ സെന്റ് MM കോൺവെന്റ് ഹൈസ്കൂളിൽ വാർഷികവും അധ്യാപക രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. ഭൂമിയെ അറിയുക എന്നതാണ് യഥാർത്ഥ പഠനമെന്നും അത് അറിയാൻ വേണ്ടിയാണ് വിദ്യാഭ്യാസമെന്നും വ്യവസായിക കായിക വകുപ്പ് മന്ത്രി ശ്രീ AC മൊയ്തീൻ പറഞ്ഞു. നമ്മുടെ നാവ് നന്നായാൽ നാട് നന്നായി എന്ന് പറയാറില്ല. നല്ല വാക്കിന്റെ ശീലം ചൊല്ലുവാൻ നാവിനാകണം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാവ് കൊണ്ട് നല്ലതും ചീത്തയും ചെയ്യാൻ കഴിയും. നല്ലത് ചെയ്യാൻ നമ്മുടെ നാവിന് നല്ലത് മാത്രം പറയാനും പ്രവർത്തിക്കാനും ആവട്ടെ എന്നുള്ള സന്ദേശമുണ്ട്. സ്നേഹമാണ് എൻ്റെ ശീലം എന്ന സന്ദേശമുണ്ട്. സത്യത്തിനെ കുറിച്ചുള്ള സന്ദേശം നിങ്ങളുടെ പ്രവർത്തനത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. ഈ ഭൂമിയെ അറിയുക എന്നുള്ളത് തന്നെയാണ് പഠനത്തിന്റെ. ഭൂമിയെ മാത്രമല്ല, വിജ്ഞാനത്തെ ആകെ, പ്രപഞ്ചത്തിന്റെ വിജ്ഞാനത്തെ ആകെ അറിയാൻ വേണ്ടിയുള്ളതാണ് സംസ്കരിക്കപ്പെട്ട വിദ്യാഭ്യാസത്തിലൂടെ സംസ്കരിക്കപ്പെട്ട ഒരു മനുഷ്യൻ. അപ്പൊ ഭൂമിയെ അറിയുക എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളിലൂടെ അറിയൽ മാത്രമല്ല, പ്രകൃതിയെ അറിയാനും ഈ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ് നമ്മുടെയൊക്കെ നിലനിൽപ്പ് എന്ന് മനസ്സിലാക്കാനും ഈ പ്രകൃതിയിലെ ജീവജാലങ്ങളൊക്കെ മനുഷ്യൻ മാത്രമല്ല, ഇന്നങ്ങനെ മനുഷ്യൻ മാത്രമായി പ്രകൃതിയാകെ ചൂഷണം ചെയ്യുന്ന മറ്റെല്ലാം തങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ളതാണെന്നുള്ള കാഴ്ചപ്പാടോടെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള സന്ദേശം. സ്കൂൾ അങ്കണത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ PTA പ്രസിഡന്റും ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ശ്രീ KK സതീശൻ അധ്യക്ഷത വഹിച്ചു. കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി സീതാ രവീന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ബദനി ആശ്രമം സുപ്പീരിയർ റവറന്റ് ഫാദർ OIC മത്തായിയെ അനുമോദിച്ചു. സ്കൂളിലെ ജീവകാരുണ്യ പ്രവർത്തന ഫണ്ടിന്റെ ഉദ്ഘാടനം കുന്നംകുളം മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ശ്രീ PM സുരേഷ് നിർവഹിച്ചു. പരിപാടിയോടനുബന്ധിച്ച് നടന്ന വിദ്യാർത്ഥികളുടെ കലാപരിപാടികളിൽ വിജയികളായവർക്കുള്ള സമ്മാനദാനം കുന്നംകുളം AEO P സച്ചിദാനന്ദൻ നിർവഹിച്ചു. സ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ സ്റ്റീഫൻ ജോർജ്, കുന്നംകുളം മുനിസിപ്പാലിറ്റി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി മിഷ സെബാസ്റ്റ്യൻ, വാർഡ് കൌൺസിലർ ശ്രീ ഷാജി ആലിക്കൽ, റവറന്റ് ഫാദർ KA ഏലിയാസ്, റവറന്റ് ഫാദർ ജോസഫ് ചെറുവത്തൂർ, TA ഹരിദാസ്, സ്കൂൾ അധ്യാപിക മിനി തുടങ്ങിയവർ സംസാരിച്ചു. എല്ലാവരോടും, പ്രത്യേകിച്ച് നമ്മുടെ പ്രദേശത്തുള്ള പ്രിയപ്പെട്ട എല്ലാവരോടും ഇതിന്റെ ഉത്തരവാദികളാണ് ഇവിടെ നമ്മുടെ എല്ലാ അയൽക്കാരും. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആയുഷ് ഹോമിയോ ഡിസ്പെൻസറിയുടെ 1ാം വാർഷികത്തോടനുബന്ധിച്ച് പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടത്തിയ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് കാട്ടകാമ്പാൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ CK സദാനന്ദൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സഹോദരന്മാരെ, പ്രിയ വിദ്യാർത്ഥിനികളെ, കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ഹോമിയോ ഡിസ്പെൻസറി ആരംഭിച്ച് 1ാം വാർഷികം തികയുന്ന ഇന്ന് സൗജന്യമായി ഒരു ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് ഈ പഴഞ്ഞി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൽ വെച്ച് നടത്തുകയാണ്. ഈ
ഇന്ന് ഈ കേരളത്തിൽ നിരവധി രോഗങ്ങൾ പുതിയതായി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ നാട്ടിൽ നിന്ന് നാം അകറ്റി നിർത്തിയ പല രോഗങ്ങളും തിരിച്ചു വരിക. ഒരുപാട് കാരണങ്ങളാണ് അതിന് പറയാനുള്ളത്. നമ്മുടെ നാട് മാലിന്യ കൂമ്പാരങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഫേസ്ബുക്കിൻ്റെയും വാട്സപ്പിൻ്റെയും ലോകത്ത് സെൽഫിയുടെ ലോകത്തിലേക്ക് നമ്മളിലേക്ക് ചുരുങ്ങുക. നമ്മുടെ ജീവിത നിലവാരത്തിൽ മാറ്റം വരുത്തിക്കൊണ്ട് ജീവിത ശൈലിയിൽ തന്നെ മാറ്റം വരുത്തുക. ഫാസ്റ്റ് ഫുഡ് സംസ്കാരമാണ് എല്ലായിടത്തും കാണുന്നത്. എല്ലാം നാം വാങ്ങിക്കഴിക്കുക. എല്ലാം വാങ്ങിക്കഴിക്കുമ്പോൾ അതിന്റെ സൈഡ് എഫക്ട് എന്ന് പറയുന്നത് രോഗങ്ങളും കൂടി വരിക. കാട്ടകമ്പാൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി സുജിനി ബാബു ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീ കെ ജയശങ്കർ, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശ്രീമതി പി കെ കൗസല്യ, ഗീതാ സതീശൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അംഗങ്ങളായ കോടത്തൂർ ഗംഗാധരൻ, ഷീജ സുദീപ്, വാർഡ് മെമ്പർമാരായ ടി എസ് മണികണ്ഠൻ, എം എസ് മണികണ്ഠൻ, എ വൈ ഹമീദ്, എം എസ് സുരേഖ, പൽപ്പിനി ശശിധരൻ, പി എം അലി, ഹോമിയോ ഡോക്ടർ കെ എസ് ജ്യോതി തുടങ്ങിയവർ സംസാരിച്ചു. ഞാൻ അവരെ ഓർക്കുകയാണ്, അവർക്ക് നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ ഒരു വേദി ഒരുക്കി തന്നത് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ സുരേഷ് മാസ്റ്റർ ഹമീദ് നന്ദി അറിയിക്കുന്നു. പിന്നെ ഹോമിയോ ഒരു വർഷമായി നമ്മുടെ ഡിസ്പെൻസറി ഇവിടെ ആരംഭിച്ചിട്ട് കഴിഞ്ഞ വർഷം മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സജി കെ മാത്യു ജീവ ജീനിയസ് അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചതായി പ്രവർത്തകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സാജു കെ മാത്യു ജീവ ജീനിയസ് അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കുന്നംകുളം മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സാജി മാത്യു ജീവ ജീനിയസ് അവാർഡ് ജില്ലയിലെ മികച്ച ഹയർ സെക്കൻഡറി സ്കൂൾ ബയോളജി അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കുമാണ് നൽകുന്നത്. അധ്യാപനം, എഴുത്ത്, ഗവേഷണം, ആക്ടിവിസം എന്നീ മേഖലകളിലെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് അധ്യാപക അവാർഡ് നിശ്ചയിച്ചിരിക്കുന്നത്. പഠനോൽപ്പന്നങ്ങളും പഠന നേട്ടങ്ങളുടെയും പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങളെ സംബന്ധിച്ച പ്രോജക്ടിന്റെയും അടിസ്ഥാനത്തിലാണ് വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് നിശ്ചയിക്കുന്നത്. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി പ്രമോദ്, കെ എം സെബാസ്റ്റ്യൻ, എ ഡി ആൻഡു, പി ജെ സ്റ്റൈജു, സജീഷ് ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. രൂപപ്പെടുത്തിയ സാജു മാത്യു മെമ്മോറിയൽ എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ഏർപ്പെടുത്താണ് ഈ വർഷം മുതൽ. ഹയർ സെക്കൻഡറിയിലെ തൃശ്ശൂർ ജില്ല ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അധ്യാപകരാണ്, അവർക്ക് വേണ്ടിയാണ് ഈ അവാർഡ് ഏർപ്പെടുത്തുന്നത്. അധ്യാപനം, എഴുത്ത്, ഗവേഷണം, ആക്ടിവിസം ഈ 4 മേഖലയിലുമുള്ള അധ്യാപകരുടെ പ്രവർത്തനങ്ങൾ ഓൺലൈൻ വഴിയായി അതിൻ്റെ ഡോക്യുമെന്റേഷൻ അയക്കുക. സാജുമാത്യു ബട്ടർഫ്ലൈ പാർക്ക് @gmail.com എന്ന ഇമെയിൽ ഐഡിയിലേക്ക് അപേക്ഷകർ അവരുടെ ഇമെയിൽ അയക്കുന്നതോടെയാണ് രജിസ്ട്രേഷൻ. തുടർന്ന് ട്രസ്റ്റ് ഒരു ചോദ്യാവലി അയക്കുന്നു. ഈ ചോദ്യാവലി അധ്യാപകൻ തിരഞ്ഞെടുക്കുന്ന മികച്ച വിദ്യാർത്ഥിയും കൂടി പൂരിപ്പിച്ച് അയച്ച് അത് വിദഗ്ധ സമിതി പരിശോധിച്ചാണ് അവാർഡ് നിർണയിക്കുന്നത്. എങ്ങനെ അധ്യാപനം കുട്ടി കൺസീവ് ചെയ്തു എന്നതിന്റെ അടിസ്ഥാനത്തിൽ പഠനോൽപ്പന്നങ്ങളുടെയും പഠന പ്രവർത്തനങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് കുട്ടിക്കും അവാർഡ് നൽകുന്നത്. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. വർഷം തോറും നടത്തി വരാറുള്ള പരിശുദ്ധ പെരുമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാളിനെ
ശനിയാഴ്ച വൈകിട്ട് 7 മണിക്ക് സന്ധ്യാ നമസ്കാരത്തോടെ തുടക്കമായി. 8 മണിക്ക് മാർ ബസേലിയോസ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, ശേഷം നേർച്ച വിളമ്പ് തുടങ്ങിയവ ഉണ്ടായിരുന്നു. ജനുവരി 15 ഞായറാഴ്ച രാവിലെ 7:30 പ്രഭാത നമസ്കാരം, 8:30 വിശുദ്ധ കുർബാന, തുടർന്ന് വർഷം തോറും നടത്തി വരാറുള്ള സൗജന്യ തയ്യൽ മെഷീൻ വിതരണം എന്നിവയും ഉണ്ടാകും. വൈകിട്ട് 4:15 കൊടിയും ശ്രീബായുമേന്തി മാർ ബസേലിയോസ് കുരിശുപള്ളിയിലേക്ക് പ്രദക്ഷിണം, 4:45 ആശീർവാദം, നേർച്ച വിരുന്ന് എന്നിവയും ഉണ്ടാകും. വികാരി ഫാദർ സൈമൺ വാഴപ്പള്ളി, സഹവികാരി ഫാദർ മാത്യു വർഗീസ് കുളങ്ങാട്ടിൽ, കൈസ്ഥാനി അനീഷ് സി ജോർജ്, കൺവീനർമാരായ സുഗു കുറ്റിക്കാട്ട്, AK സൈമൺ, AV ജോർജ് എന്നിവരടങ്ങുന്ന കമ്മിറ്റിയാണ് പെരുന്നാളിന് നേതൃത്വം നൽകുന്നത്. കുന്നംകുളം YWCAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെയിൽ 2017 ശ്രദ്ധേയമായി. കുന്നംകുളം YWCAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെയിൽ 2017 ശ്രദ്ധേയമായി. വർഷം തോറും നടത്തി വരാറുള്ള YWCAയുടെ സെയിൽ 2017 മേളയിൽ നിരത്തിയ ഉൽപ്പന്നങ്ങൾ വാങ്ങാനും വീക്ഷിക്കാനുമായി നിരവധി പേരാണ് YWCAയിൽ എത്തിച്ചേർന്നത്. കുട്ടികൾക്കുള്ള വസ്ത്രങ്ങൾ, മറ്റു തുണിത്തരങ്ങൾ, വിവിധതരം കോസ്മെറ്റിക് വസ്തുക്കൾ, ഇലക്ട്രോണിക്സ്, ക്രോക്കറി, ഗൃഹോപകരണങ്ങൾ, അലങ്കാര ചെടികൾ, മൺപാത്രങ്ങൾ, ഭക്ഷണ പദാർത്ഥങ്ങൾ എന്നിവയുടെ സ്റ്റാളുകളും ഉണ്ടായിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. ബാക്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ, MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. കൊതിയൂറും രുചിക്കൂട്ടുകളുമായി MAB ബാക്ക് ഹോം ഡിസംബർ 17 ശനിയാഴ്ച രാവിലെ 8 മണിക്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. തദവസരത്തിലും തുടർന്നും താങ്കളുടെയും കുടുംബത്തിന്റെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. MAB ബാക്ക് ഹോം, ഗ്രൗണ്ട് ഫ്ലോർ, MAB ആർക്കേഡ്, ജെറുസലേം, പഴഞ്ഞി. എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും ശരി, മൈൻഡ് റിലാക്സ് ആയിരിക്കുന്നതിന് ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് റോജാപ്പാക്ക് മാത്രമാണ്. റോജാപ്പാക്കിന്റെ മണവും രുചിയും നമ്മൾ എവിടെയായിരുന്നാലും മാടി വിളിക്കുമെന്നേ. ചേട്ടാ, റോജാപ്പാക്ക് ശരിക്കും അടിപൊളി തന്നെ. എല്ലാവർക്കും ഇഷ്ടം റോജാപ്പാക്ക്. സൂപ്പറാണ് കേട്ടോ. റോജ ഏജൻസീസ് കുന്നംകുളം, ഞങ്ങളുടെ സഹോദര സ്ഥാപനം കവിത ബുക്ക് ഇൻഡസ്ട്രീസ് കാഞ്ഞിരമുക്ക്. 4She കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം.
വസ്ത്രങ്ങൾ ഇനി നിങ്ങൾക്കും ഹോൾസെയിൽ വിലയിൽ. മാറിവരുന്ന ഫാഷൻ സങ്കല്പങ്ങൾക്ക് യാഥാർത്ഥ്യമേകുവാൻ, യഥാർത്ഥ വിലക്കുറവിൽ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ആധുനിക രീതിയിൽ നിങ്ങൾക്ക് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നു. ചുരിദാറുകൾ, ചുരിദാർ മെറ്റീരിയലുകൾ, സാരികൾ, പർദ്ദകൾ, ടോപ്പുകൾ, ട്രെൻഡ് വെയറുകൾ തുടങ്ങി സ്ത്രീകൾക്കാവശ്യമായ ഏറ്റവും പുതിയ ഫാഷൻ വസ്ത്രങ്ങൾ, കിഡ്സ് ആൻഡ് ന്യൂ ബോൺ, ബേബി കളക്ഷനുകൾ, ഫാൻസി ഫുട്വെയർ ആൻഡ് ബാഗുകൾ, കൂടാതെ ഇഷ്ടാനുസരണം വസ്ത്രങ്ങൾ ഒരുക്കിയെടുക്കുവാൻ ലേഡീസ് ആൻഡ് ജെൻസ് സ്റ്റിച്ചിങ് സൗകര്യവും. ഫോർ ഷീ കളക്ഷൻസ് നിയർ MAB സൂപ്പർ മാർക്കറ്റ്, പഴഞ്ഞി റോഡ്, ജെറുസലേം. വാർത്തകൾ തുടരുന്നു. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരജ്യോതി സഹസ്രദീപ ദർശനം നടത്തി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരജ്യോതി സഹസ്രദീപ ദർശനം നടത്തി. മങ്ങാട് കോട്ടിയാട്ടുമുക്ക് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മകരസംക്രമ ലക്ഷദീപം തെളിയിച്ചു. രാവിലെ ആരംഭിച്ച ഗണപതി ഹോമത്തോടെ വിശേഷാൽ പൂജകൾ നടന്നു. വൈകിട്ട് 6 മണിക്ക് പാർലിക്കാട് ജ്ഞാനാശ്രമം മഠാധിപതി സ്വാമി വീരജാനന്ദ തീർത്ഥ ആദ്യ ദീപം തെളിയിച്ചു. ശേഷം ദീപാരാധനയും 7 മണിക്ക് ഭക്തി പ്രഭാഷണവും ഉണ്ടായി. പെരുന്തുരുത്തി ശ്രീ കുന്നേക്കാട്ട് അയ്യപ്പ ക്ഷേത്രത്തിൽ രാവിലെ അഷ്ടദ്രവ്യ ഗണപതി ഹോമം, തുടർന്ന് വിശേഷാൽ പൂജകൾ എന്നിവയുണ്ടായി. വൈകിട്ട് 4 മണിക്ക് ശ്രീ കുന്നേക്കാട്ട് നാമജപ സമിതിയുടെ നേതൃത്വത്തിലുള്ള നാമജപം, 6:30 ദീപാരാധന, നിറമാല എന്നിവയുണ്ടായി. 7 മണിക്ക് ചുറ്റുവിളക്കും ശേഷം അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ സഹസ്രദീപം തെളിയിക്കലും നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ബ്രഹ്മശ്രീ ദിവാകരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കിഷോർ എമ്പ്രാന്തിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം നൽകി. സ്വാമി ശരണയ്യപ്പ ദീപാരാധന ദർശിച്ചു കഴിഞ്ഞ് പുറത്ത് സഹസ്രദീപ. പെങ്ങാമുക്ക് പീഡികേശ്വരം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നടന്ന മകരജ്യോതി മഹോത്സവം ശ്രദ്ധേയമായി. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ കുന്നംകുളം നിയോജക മണ്ഡല സമ്മേളനം PVC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. തൃശൂർ ജില്ലാ ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് കുന്നംകുളം നിയോജക മണ്ഡലം നേതൃയോഗം PVC ഓഡിറ്റോറിയത്തിൽ സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് രാജേന്ദ്രൻ അരങ്ങത്ത് അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CI ഇട്ടി മാത്യു, വിജോയ് ബാബു, V വേണുഗോപാൽ, ശിവശങ്കരൻ, കുന്നംകുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ K ജയശങ്കർ, കടവല്ലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ശ്രീ V കേശവൻ, INTUC തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. എരുവപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി മീന സലമോൻ ചടങ്ങിൽ നന്ദി രേഖപ്പെടുത്തി. അടുത്ത ശനിയാഴ്ച 3 മണിക്ക് താവൂർ സെന്റിനറി ഹാളിൽ പ്രതിപക്ഷ നേതാവ് പങ്കെടുക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. നമ്മളെ സംബന്ധിച്ച് UPA ഗവൺമെന്റിന്റെ ഏറ്റവും വലിയ നേട്ടം തൊഴിലുറപ്പ് പദ്ധതി വിഭാവനം ചെയ്ത് നമ്മുടെ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് വേണ്ടി 18 വയസ്സ് മുതൽ 90 വയസ്സ് വരെയുള്ളവർക്ക് എല്ലാ സൗകര്യങ്ങളും ചെയ്തുകൊണ്ടുള്ള ഈ തൊഴിലുറപ്പ് പുതിയതായി അധികാരത്തിൽ വന്ന സെൻട്രൽ ഗവൺമെന്റ്, നരേന്ദ്രമോദിയുടെ BJP ഗവൺമെന്റും കേരളത്തിൽ കഴിഞ്ഞ
കഴിഞ്ഞ 8 മാസമായി തുടരുന്ന പിണറായി വിജയന്റെ ഗവൺമെന്റും ഈ സംവിധാനത്തെ മുഴുവൻ തകർത്തുകൊണ്ടിരിക്കുകയാണ്. 2210 മെമ്പർഷിപ്പ് ഇന്ന് എൻ്റെ പഞ്ചായത്തിൽ, ഞാൻ താമസിക്കുന്ന പഞ്ചായത്തിൽ INTUCക്ക് മെമ്പർഷിപ്പ് ഉണ്ട്. ചെറിയ പഞ്ചായത്താണ്, 16 വാർഡേ ഉള്ളൂ. മൊത്തം കുന്നംകുളം നിയോജക മണ്ഡലത്തിലെ 7 പഞ്ചായത്തുകളും കൂടി INTUC എത്ര മെമ്പർഷിപ്പ് ഉണ്ടെന്ന് ചോദിച്ചാൽ ചൊവ്വന്നൂർ പഞ്ചായത്തിലെ പാവം ഗ്രേസി എന്ന് പറയുന്ന ഒരു സഹോദരി ചേർത്തിയ കുറച്ച് മെമ്പർഷിപ്പ് ഉണ്ടെങ്കിലും ഉണ്ടായി എന്നല്ലാതെ കുന്നംകുളത്തുകാർക്ക് INTUC വേണ്ടാത്തതുകൊണ്ട് ദൈവത്താണ് ഇവിടെ ഉണ്ടായിട്ടില്ല. വേലൂരിൽ എന്തോ ശ്രമിച്ചു, പിന്നെ അത് മെമ്പർഷിപ്പ് ഒന്നും ആയില്ല എന്നാണ് എൻ്റെ അറിവ്. എത്രയോ പ്രാവശ്യം കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞതാണ്. ചേലക്കര നിയോജകമണ്ഡലത്തിലെ പഴയന്നൂർ പഞ്ചായത്തിൽ നിന്നും കൃത്യമായ ഒരു 5 ബസ് ഏർപ്പാട് ചെയ്ത് കൊടുത്താൽ അത്രയും പേര് അവിടുത്തെ തൊഴിലാളികൾ. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകൻ ടെനി ഓർമ്മയായിട്ട് ഇന്നേക്ക് 12 വർഷം. ഞങ്ങളുടെ പ്രിയ സഹപ്രവർത്തകൻ ടെനി TT ഓർമ്മയായിട്ട് ഇന്ന് 12 വർഷം. ടെനിയുടെ ഓർമ്മദിനം 15/1/2017 ഞായറാഴ്ച രണ്ടാമത്തെ കുർബാനയ്ക്ക് ശേഷം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടക്കും. ടെനിയുടെ മരിക്കാത്ത ഓർമ്മകൾക്ക് മുന്നിൽ നൈസ് TVയുടെ സ്മരണാഞ്ജലി. വിപണി അടയ്ക്കാം. പഴയത് 4100 രൂപ മുതൽ 4451 രൂപ വരെ, പുതിയത് 3300 രൂപ മുതൽ 3719 രൂപ വരെ, രണ്ടാം തരം 2300 രൂപ മുതൽ 2830 രൂപ വരെ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാണിപ്പയ്യൂർ സെന്റ് MM കോൺവെന്റ് ഹൈസ്കൂളിൽ വാർഷികവും രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കാട്ടകാമ്പാൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകനും പരിസ്ഥിതി പ്രവർത്തകനുമായിരുന്ന സജി K മാത്യു ജീവ ജീനിയസ് അവാർഡിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചതായി പ്രവർത്തകർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. മേലെ പട്ടിത്തടം സെന്റ് ഗ്രിഗോറിയോസ് കുരിശുപള്ളി പെരുന്നാളിന് ഭക്തിസാന്ദ്രമായ തുടക്കം. കുന്നംകുളം YWCAയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സെയിൽ 2017 ശ്രദ്ധേയമായി. മേഖലയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ മകരജ്യോതി സഹസ്രദീപ ദർശനം നടത്തി. ഗ്രാമീണ തൊഴിലുറപ്പ് തൊഴിലാളി കോൺഗ്രസിന്റെ കുന്നംകുളം നിയോജകമണ്ഡല സമ്മേളനം PVC ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി.